Good morning. Next proposition 2.5. Let x be a space, and for x belongs to x, let nx be the neighborhood system at x. Then if u belongs to script nx, then x belongs to u. Second, for any uv belongs to nx, u intersection v belongs to nx. Third, if v belongs to nx and u is a superset of v, then u belongs to nx. Fourth, a set G is open in x if and only if G belongs to nx for all x belongs to G. And last, if u belongs to nx, then there exists v belongs to nx such that v subset of u and v belongs to ny for all y belongs to v. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എക്സ് ബി എ സ്പേസ് ആൻഡ് സ്മോൾ എക്സ് ബി എ എലമെൻറ്റ് ഇൻ ക്യാപിറ്റൽ എക്സ് ആൻഡ് ലെറ്റ് എൻ എക്സ് ബി ദ നൈബർഹുഡ് സിസ്റ്റം അറ്റ് എക്സ്. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്താണ് എന്താണ് ഒരു നൈബർഹുഡ് സിസ്റ്റം എന്നുള്ളത്. എന്താണ് സെറ്റ് ഓഫ് ഓൾ നൈബർഹുഡ് ഓഫ് എക്സ്. ഓക്കെ, സ്മോൾ എക്സ് എന്നുള്ളത് ക്യാപിറ്റൽ എക്സിലൊരു എലമെൻ്റാണ്. അപ്പോൾ ഈ എക്സിൻ്റെ എല്ലാ നൈബർഹുഡുകളും ഈ എക്സിലുള്ള എല്ലാ നൈബർഹുഡുകളും എടുക്കുക. ഓക്കെ, അതിൻ്റെ കളക്ഷനാണ് ഈ എൻ എക്സ് എന്ന് പറയുന്നത്, സ്ക്രിപ്റ്റ് എൻ എക്സ് എന്ന് പറയുന്നത്. അതിന് പറയുന്നതാണ് നൈബർഹുഡ് സിസ്റ്റം അറ്റ് എക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് കാണാനുള്ളത് ആ നൈബർഹുഡ് സിസ്റ്റത്തിലുള്ള എലമെൻ്റാണ് യു എന്നെങ്കിൽ എക്സ് ബിലോങ്സ് ടു യു എന്നായിരിക്കും. ഇത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ബൈ ഡെഫിനിഷൻ വെച്ചിട്ട് തന്നെ പറയാൻ പറ്റും അല്ലേ? കാരണം യു ബിലോങ്സ് ടു എൻ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സിൻ്റെ നെയ്ബർഹുഡുകളിൽ ആണ് യു എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എക്സ് എന്തിലുണ്ടാവും, എക്സ് ബിലോങ്സ് ടു യു ഉണ്ടാകും. കാരണം യു ഈസ് എ നെയ്ബർഹുഡ് ഓഫ് എക്സ്. ഓക്കെ, ഇതിൻ്റെ മീനിങ് യു ഈസ് എ നെയ്ബർഹുഡ് ഓഫ് എക്സ് എന്ന്. ഇനി അപ്പോൾ അത് ട്രിവിയലാണ്. സെക്കൻഡ്, ഫോർ എനി യു വി ബിലോങ്സ് ടു എൻ എക്സ്, യു ഇൻ്റർസെക്ഷൻ വി ബിലോങ്സ് ടു എൻ എക്സ്. യു വി ബിലോങ്സ് ടു എൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്, യുവും വിയും എക്സിൻ്റെ നെയ്ബർഹുഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് നെയ്ബർഹുഡ്സ് ഓഫ് എ പോയിൻറ്റ് ഈസ് ആൾസോ നെയ്ബർഹുഡ് ഓഫ് ദാറ്റ് പോയിൻ്റ് എന്നുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, യു ഇൻ്റർസെക്ഷൻ വി എന്താണ്, ഈസ് എ നെയ്ബർഹുഡ് ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് യു ഇൻ്റർസെക്ഷൻ വി ആൾസോ ഇൻ എൻ എക്സ് എന്നുണ്ടാവും. ഓക്കെ, തേർഡ് കണ്ടീഷൻ, ഇഫ് വി ബിലോങ്സ് ടു എൻ എക്സ് ആൻഡ് u is a superset of v, then u belongs to nx. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് v belongs to nx എന്ന് പറഞ്ഞാൽ v is a neighborhood of x എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് നമ്മൾ നേരത്തെ കണ്ടത് n എന്നുള്ളത് x belongs to x, n എന്നുള്ളത് സ്മോൾ എക്സിൻ്റെ ഒരു നെയ്ബർഹുഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൂപ്പർ സെറ്റും എന്തായിരിക്കും, സ്മോൾ എക്സിൻ്റെ ഒരു നെയ്ബർഹുഡ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, എക്സ് എന്ന് പറയുന്നത് ഈ വിൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിൻ്റ്, അല്ലെങ്കിൽ വി എന്നുള്ളത് എക്സിൻ്റെ ഒരു നെയ്ബർഹുഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അതിൻ്റെ ഒരു സൂപ്പർ സെറ്റാണ് യു. അതും എന്തായിരിക്കും, എക്സിൻ്റെ ഒരു നെയ്ബർഹുഡ് ആയിരിക്കും. അതുകൊണ്ട് യു ബിലോങ്സ് ടു എൻ എക്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, നോ ഫോർത്ത് കണ്ടീഷൻ, എ സെറ്റ് ജി ഈസ് ഓപ്പൺ ഇൻ എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ബിലോങ്സ് ടു എൻ എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ജി. ജി ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് നമ്മൾ നേരത്തെ കണ്ടതാണ് പ്രൊപ്പോസിഷൻ 2.2 വെച്ചിട്ട് എന്താണ്, ഇറ്റ് ഈസ് ദ നെയ്ബർഹുഡ് ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ജിയിലുള്ള ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അത് നെയ്ബർഹുഡ് ആയിരിക്കും ജി. അപ്പോൾ അതുകൊണ്ട് ജി ബിലോങ്സ് ടു എൻ എക്സ് ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ജി ഓപ്പൺ ആയിരിക്കും, ഇതും ട്രിവിയലാണ്. അപ്പോൾ അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഇനി ലാസ്റ്റ് കണ്ടീഷനാണ് നമുക്ക്. ഇപ്പോൾ ഇവിടെ പ്രൂഫ് നോക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടീസ് 1 to 4 ആർ എയ്തർ ട്രിവിയൽ ഓർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. നൗ ഇൻ വ്യൂ ഓഫ് 4 എന്താണ്, 4 എ സെറ്റ് ജി ഈസ് ഓപ്പൺ ഇൻ എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ബിലോങ്സ് ടു എൻ എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ജി. ഓക്കെ, നമുക്ക് കാണേണ്ടത് ഇഫ് യു ബിലോങ്സ് ടു എൻ എക്സ് then there exists v belongs to nx such that v is subset of u and v belongs to ny for all y belongs to y. Okay, u belongs to nx എന്ന് പറഞ്ഞാൽ u is a neighborhood of x.
ഇപ്പം നെയ്ബർഹുഡ് ആണെങ്കിൽ എന്തായിരിക്കും യു ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ then there exists a v belongs to nx such that v subset of u പിന്നെ ഓപ്പൺ ആണെങ്കിൽ there exists a v such that എന്തായിരിക്കും ഈ എക്സ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു വി ഉണ്ടാവും. ആ വി എന്തിലുണ്ടാവും? യുവിലുണ്ടാവും, നമ്മൾ ഓപ്പൺ സെറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം. ഇനി നമ്മൾ ആ വി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ പോയിന്റ്സിനും ആ വി എന്തായിരിക്കും? നെയ്ബർഹുഡ് ആയിരിക്കും. എന്നുവെച്ചാൽ വി ബിലോങ്സ് ടു NY ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 4 വെച്ചിട്ട് നമുക്ക് അതും പറയാൻ പറ്റും. സോ merely says that every neighborhood of point contains an open neighborhood of that point. That this is actually so follows from the definition of a neighborhood. Okay, next theorem 2.6. Let x be a set and suppose for each x belongs to x, a non-empty family script nx of subsets of x is given satisfying 1, 2, 3 and 5 in the proposition above. Then there is a unique topology tau on x such that for each x belongs to x, script nx coincides with the family of all neighborhoods of x with respect to tau. ഇവിടെ എക്സ് എന്ന് പറയുന്നൊരു സെറ്റ് തന്നിട്ടുണ്ട്, അതിലുള്ളൊരു പോയിൻ്റാണ് സ്മോൾ എക്സ്. അങ്ങനെയാണെങ്കിൽ ഒരു നോൺ എംപ്റ്റി ഫാമിലി സ്ക്രിപ്റ്റ് എൻ സഫിക്സ് എക്സ് കൺസിഡർ ചെയ്യുക. ഇതിലുള്ള എങ്ങനെയാണ്? സബ്സെറ്റ്സ് ഓഫ് എക്സ് ആണ്, എക്സുകളുടെ സബ്സെറ്റാണ്. സാറ്റിസ്ഫൈങ് 1, 2, 3 ആൻഡ് 5. നമ്മൾ നേരത്തെ 2.5 ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 കണ്ടീഷനിൽ 4 കണ്ടീഷൻസ്, ഏതാ 1, 2, 3 ആൻഡ് 5, 4 ഇല്ല. ഓക്കെ, മുകളിലുള്ള പ്രപ്പോസിഷൻ. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഈ സ്ക്രിപ്റ്റ് NX എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ there is a unique topology tau on x such that for each x belongs to x, script NX coincides with the family of all neighborhoods of x with respect to tau. അപ്പം എങ്ങനെയാണെങ്കിൽ ഒരു യുണീക്ക് ടോപ്പോളജി എക്സിസ്റ്റ് ചെയ്യും. എങ്ങനെയുള്ളത്? ഈ NXും ഓക്കെ ഈ പറയുന്ന വിത്ത് റെസ്പെക്ട് ടു ടോന് ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ എല്ലാ നെയ്ബർഹുഡ്സിൻ്റെ ഫാമിലിയും തമ്മിൽ കോയിൻസൈഡ്, ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടത്. ഓക്കെ, സോ പ്രൂഫ്. നമുക്ക് ആദ്യം ഒരു ടോപ്പോളജി എക്സിസ്റ്റ് ഉണ്ടെന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് ടോ എന്ന് പറയുന്ന ഒരു ഫാമിലി എടുക്കും. അതെടുക്കുന്നത് സെറ്റ് ഓഫ് ഓൾ യു സബ്സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് യു ബിലോങ്സ് ടു NX ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു യു. നമ്മൾ നേരത്തെ തന്നിട്ടുള്ള ഫാമിലിയിലുള്ള മെമ്പറാണ് യു എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു യു നമ്മൾ യു സബ്സെറ്റ് ഓഫ് എക്സ്, ഈ രൂപത്തിൽ വരുന്ന സെറ്റുകളുടെ എക്സിൻ്റെ സബ്സെറ്റുകളുടെ കളക്ഷനാണ് ടോ എടുക്കുന്നത്. നമുക്ക് കാണേണ്ടത് ഈ ടോപ്പോളജി ആണെന്നാണ് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം ക്ലിയർലി 5 ബിലോങ്സ് ടു ടോ. ഇനി നമുക്കടുത്ത് കാണേണ്ടത് എക്സ് ബിലോങ്സ് ടു ടോ എന്നാണ് കാണേണ്ടത്. അപ്പോൾ അതിൽ നമുക്കറിയാം എക്സ് ബിലോങ്സ് ടു എക്സ്, ഓക്കെ, ആൻഡ് എക്സ് ബിലോങ്സ് ടു NX. സോ by 3 x is a superset of any member of script NX. ഓക്കെ, നമ്മൾ നേരത്തെ ഉള്ള പ്രപ്പോസിഷനിൽ 3 നമ്മൾ പറയുന്നുണ്ട് ഇഫ് v belongs to script NX and v subset of u. ഓക്കെ, അങ്ങനെയാണെങ്കിൽ u belongs to NX എന്നുള്ളതായിരിക്കും. എന്ന് വെച്ചാൽ ഈ ഫാമിലിയിലുള്ള ഒരു മെമ്പറാണ് വി എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു സൂപ്പർ സെറ്റാണ് യു. അങ്ങനെയാണെങ്കിൽ യുവും NXൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഫോർ എക്സ് ബിലോങ്സ് ടു എക്സ്, എക്സ് ബിലോങ്സ് ടു NX എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സ് ഒരു ഇതിൻ്റെ സൂപ്പർ സെറ്റായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എനി മെമ്പർ ഓഫ് ഇതിലുള്ള ഏത് മെമ്പറിൻ്റെയും സൂപ്പർ സെറ്റായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അതെന്തുണ്ടാവും? എക്സ് ബിലോങ്സ് ടു ഈ സ്ക്രിപ്റ്റ് NXൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ 5 ബിലോങ്സ് ടു ടോ, എക്സ് ബിലോങ്സ് ടു ടോ എടുത്തു. ഇനി നമ്മുടെ പ്രോപ്പർട്ടി 2 പ്രകാരം മുകളിലെ പ്രൊപ്പോസിഷനിലെ പ്രോപ്പർട്ടി 2 പ്രകാരം നമുക്ക് ഇത് പറയാൻ പറ്റും. അവിടെ നമ്മൾ ഫൈനൈറ്റ് ഇൻറ്റർസെക്ഷൻ എടുത്തിട്ടുണ്ട്. 2 മെമ്പേഴ്സ് ഈ ഫാമിലിയിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ഇൻറ്റർസെക്ഷൻ അതിലുണ്ടാവും, നമ്മൾ നേരത്തെ കണ്ടിരുന്നു.
അതുപോലെ തന്നെ നമുക്ക് അവിടെ വെച്ചിട്ട് എന്താ പറയുക ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ക്ലോസ്ഡ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് പിന്നെ ടോ ഈസ് ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി യൂണിയൻസ് എന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ ടോളിലെ മെമ്പേഴ്സ് എടുക്കുക, ഓക്കെ, അതിൻ്റെ യൂണിയൻ അതിൽ തന്നെ ഉണ്ടാവുന്നതാണ്, ആർബിട്രറി യൂണിയൻ അതിൽ തന്നെ ഉണ്ടാവുന്നതാണ് പറയുന്നത്. അപ്പോൾ അത് യൂണിയൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ടോളിലെ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് NXലുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്ന യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എടുക്കുന്ന ഇതിൻ്റെ ഒരു സൂപ്പർ സെറ്റായിട്ടാണ് വരിക. അപ്പോൾ ഈ 3 പ്രകാരം നമുക്ക് നേരത്തെ പറഞ്ഞ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിൻ്റെ യൂണിയനും ടോയിലുണ്ടാവും എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക കൺക്ലൂഡ് ചെയ്യാം, ടോ ഈസ് എ ടോപ്പോളജി ഫോർ X എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയേണ്ടത്. സോ നോട്ട് ദാറ്റ് സോ ഫാർ വി ഡി നോട്ട് യൂസ് 1 and 5. നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത് 2 ഉം 3 മാത്രമേ ഉള്ളൂ. ഓക്കെ, വിത്ത് അവർ ഡെഫിനിഷൻ ഓഫ് ടോ 5 means that for any X belongs to X and U belongs to NX, there exists an open set V such that V belongs to NX and V subset of U. നമ്മൾ 5th കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഫാമിലി. അപ്പോൾ അതിൽ പറയുന്നത് ഫോർ എനി X belongs to X and U belongs to NX, there exists an open set. ഓപ്പൺ സെറ്റ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടോയിൽ നമ്മൾ V belongs to ടോ, വിത്ത് റെസ്പെക്ട് ടോയിലുള്ള ഓപ്പൺ സെറ്റാണ്. ഓക്കെ, ദാറ്റ് മീൻസ് V belongs to ടോ. അപ്പോൾ അതിലൊരു മെമ്പർ ഉണ്ടാവും സച്ച് ദാറ്റ് V belongs to NX and V subset of U. ഈ രൂപത്തിലുള്ളൊരു V ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഫ്രം 1 we now get that X belongs to V എന്നുണ്ടാവും. അതായത് V belongs to NX ആണെങ്കിൽ X belongs to V by using 1. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, U contains a member of ടോ containing X and is therefore a ടോ neighborhood of the point X. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തത് U belongs to NX ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ടോ നെയ്ബർഹുഡ് കിട്ടി. ഹെൻസ് എവരി മെമ്പർ ഓഫ് NX ഈസ് നെയ്ബർഹുഡ് ഓഫ് X വിത്ത് റെസ്പെക്ട് ടു ടോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി കോൺവേഴ്സ് പാർട്ട്. കോൺവേഴ്സ്ലി ലെറ്റ് U ബി എ നെയ്ബർഹുഡ് ഓഫ് X വിത്ത് റെസ്പെക്ട് ടു ടോ. ഓക്കെ, ദെൻ U കണ്ടെയ്ൻസ് നെയ്ബർഹുഡിൻ്റെ ഡെഫിനിഷനാണ്, U contains a member V of ടോ such that X belongs to V and V subset of U. Okay, but V belongs to NX by the definition of ടോ. So by 3 U belongs to U എന്ന് പറയുന്നത് സൂപ്പർ സെറ്റാണ്, NX എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്ന് എടുക്കുകയാണെങ്കിൽ U be a neighborhood of X with respect to ടോ ആണെങ്കിൽ അത് ഇവിടെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. Okay, thus neighborhoods of X with respect to are precisely the members of NX for each X belongs to X, and this completes the proof. Okay.